சித்ரலேகா, இப்போ நீங்கள் என்கிட்ட இது சொல்லுங்கள், கேரளாவில் சிபிஎம் தலிதர்களுக்கு விரோதமாக என்ன செஞ்சுருக்காங்க? அவங்க ரூலிங்கில் இருக்கும் போது என்ன செஞ்சுருக்காங்க? காங்கிரஸ் கூட வந்திருக்காங்க. சிபிஎம் தான் கேரளாவில் எல்லா ஜாஸ்தி நீங்கள் பார்த்தீங்கன்னா தலிதர் அகேன்ஸ்ட் பண்ணது அது சிபிஎம் தான். என்ன பண்ணாங்கன்னு கொஞ்சம் சொன்னீங்கன்னா நல்லாயிருக்கும். സിപിഎം ദളിത് ആദിവാസി മുസ്ലിം സമൂഹത്തിനോട് കാണിക്കുന്ന പീഡനങ്ങളും അക്രമങ്ങളും കൂടി പിന്നെ വളരെയധികം നികൃഷ്ടമായ രീതിയിൽ ആണ് ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ദളിതരെ തന്നെ ഉപയോഗിച്ച് ദളിതർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് പീഡനങ്ങൾ സഹിച്ച് അവരെ വോട്ട് ബാങ്ക് ആക്കുന്ന ഒരു രീതിയാണ് സിപിഎമ്മിൻ്റേത് കണ്ടുവരുന്നത്. പിന്നെ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ PKS പോലുള്ള PKS CITU പോലുള്ള സംഘടനകൾ, DYFI, ഇതൊന്നും സിപിഎമ്മിൻ്റെ പോഷക സംഘടന അല്ല എന്ന് പറയുകയും സിപിഎം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും സിപിഎമ്മിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെ ഇതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ഈ പോഷക സംഘടനകൾ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ വെച്ചാൽ അവർക്ക് എന്താ ചെയ്യുന്നത്? ഒന്നാമത്തേൽ അവരെ വോട്ട് ബാങ്കിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ജാഥക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നത് മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് അവരെ തങ്ങൾക്ക് അടിമയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ 3 സെൻറ്റ് കോളനികളിൽ ഒതുക്കി പട്ടികജാതിക്കാരെ, ദളിത് ആദിവാസികളെ 3 സെൻറ്റ് കോളനികൾ ഒതുക്കിയിട്ട് അവരെ വോട്ടിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയം. ഇത് വിചാരിച്ചാൽ ശരിക്കും പറയുന്നത് വിചാരിച്ചാൽ സിപിഎം രാഷ്ട്രീയം കേരളത്തിൽ നിർത്തലാക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഒരു ദളിതർ സംഘടിതരല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ രാഷ്ട്രീയ വോട്ട് ബാങ്കിൻ്റെ ഇടയിൽ ദളിതരുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആളുകളെ ദളിതർ ആദിവാസികളെ പല വിഭാഗങ്ങളാക്കി കൊണ്ടുപോകുന്നത്. അത് ഏത് രാഷ്ട്രീയ RSS ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഓരോരോ വിഭാഗത്തിനെ സൃഷ്ടിച്ചിട്ട്, പിന്നെ ലീഗിലാണെങ്കിൽ ദളിത് ലീഗ്, കോൺഗ്രസ്സിലാണെങ്കിൽ ദളിത് കോൺഗ്രസ്, RSSലാണെങ്കിൽ BJPയിലാണെങ്കിൽ ദളിത് മോർച്ച, ഇങ്ങനെയുള്ള പല സംഘടനകളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ദളിതരുടെ വിഘടനത്തിന് കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ദളിതർ, ഈ സിപിഎമ്മിൻ്റെ ആക്രമണം നേരിടുന്നത് ദളിത് പെൺകുട്ടികൾ, ദളിതരായ ആളുകൾ, കോടതിയിൽ പോലും നീതി കിട്ടാൻ പറ്റാത്ത രീതിയിൽ കേസുകൾ വരുമ്പോൾ സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ, അത് രാഷ്ട്രീയ സ്വാധീനം കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് ദളിതർക്കെതിരെ കേസെടുപ്പിക്കുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം, അതിൽ എനിക്കും കൂടി അനുഭവമാണ്. കാരണം അവർ നമ്മളെ അവകാശങ്ങൾ ചോദിച്ചു പോയാൽ അവരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ കേസ് ചാർജ് ചെയ്യുക. പിന്നെ മറ്റുള്ള ഇതിലാണ് ക്രിമിനൽ കേസ് അടക്കം ചാർജ് ചെയ്ത് അവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു. ഇപ്പോൾ ആദിവാസി മേഖലകളിൽ നോക്കുകയാണെങ്കിൽ പിന്നെ അവിടെ വിവാഹം കഴിക്കുന്നത് പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികളൊക്കെ ആയിരിക്കാം. അവരുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇത് മൂലമാണ് അവർക്ക്, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലമാണ് അവർക്ക് അത് അങ്ങനെ ഇതായി വരുന്നത്. അവിടെയും കൂടി ഈ പ്രായപൂർത്തിയാകാത്ത രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർ, അവരെ ആദിവാസി മേഖല, അവരുടെ ആ ഒരു ആചാരപ്രകാരം വിവാഹം കഴിച്ചാൽ പോലും പോക്സോ നിയമപ്രകാരം ഭർത്താവ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് കഴിയുന്നുണ്ടെങ്കിലും ഈ ദളിത് ആദിവാസീനെ വേറെ ഒരു സവർണ ജാതിക്കാരൻ പോയി അവിടെ പീഡിപ്പിച്ചാൽ അവർക്ക് പിന്നെ ഈ ജാമ്യമില്ല SC/ST പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുക്കേണ്ട സ്ഥലത്ത് പോലും പ്രതിക്ക് ജാമ്യം കിട്ടി പുറത്തു വരുന്നു. ഇതെല്ലാം
നടപ്പിലാക്കുന്നതും ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നു. ശരിക്കും ഇപ്പം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. അവർ തന്നെയാണ് ഇങ്ങനെയുള്ള ഈ പ്രതികളാകുന്നത്. ആ പ്രതികൾ തന്നെയാണ് നിയമത്തിൻ്റെ വഴി കൂടി രക്ഷപ്പെട്ടു പോകുന്നത്. ഇതെല്ലാം ദളിതരുടെ ഇടയിൽ തന്നെയുള്ള ഐക്യം മാറ്റി നിർത്തപ്പെടും. ഇപ്പം പല ദളിത് സംഘടനകൾ ഓരോരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ തന്നെ ഓരോരോ പ്രോഗ്രാമുകൾ ഓരോ സ്ഥലത്ത് ഓരോരോ പ്രോഗ്രാമായിട്ടാണ് നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ പ്രോഗ്രാംസെല്ലാം നടത്തുന്നത് ഒരൊറ്റ ലെവലിൽ നടത്താൻ പറ്റിയാൽ നമ്മുടെ ദളിത് ഐക്യത്തിന് ഒരു ബലം കിട്ടുന്നുള്ള ഒരു ഒന്നിപ്പിന് ഒരു കാരണമാവും. അത് നമുക്ക് നമ്മുടെ ദളിത് ഐക്യം ദളിത് മുസ്ലിം ഐക്യം നിലനിർത്താൻ വേണ്ടി സാധിക്കും എനിക്ക് തോന്നുന്നു. சித்ரலேகாஜி இன்னொரு என்ன கேட்கணும்னா, லாஸ்ட் டைம் நம்ம வந்து தலித் கேமராலேருந்து உங்களோட வீடியோ வந்து கண்ணூர் ப்ரொட்டஸ்ட்டில் எடுத்துருந்தோம். அதுக்கப்புறம் என்ன ஆச்சு? உங்களோட டிமாண்ட்ஸ் மீட் ஆச்சா? அதுக்கப்புறம் ഞാൻ കണ്ണൂർ സമരം നിർത്തി ഭൂമി അനുവദിക്കാമെന്നും പിന്നെ കേസുകൾ പിൻവലിക്കാമെന്നും നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള സാഹചര്യം ഒരുക്കാമെന്നും അതിനുള്ള സംരക്ഷണം നൽകാമെന്നും മുഖ്യമന്ത്രിൻ്റെ ഉറപ്പുമേലായിരുന്നു സമരം പിൻവലിച്ചത്. ഈ സമരം പിൻവലിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കാനുള്ള പെർമിറ്റ് അനുവദിച്ച് കിട്ടി. പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കാനുള്ള പെർമിറ്റ് അനുവദിച്ച് കിട്ടിയെങ്കിലും വാടകയ്ക്ക് വീട് സംഘടിപ്പിച്ച് വാടകയ്ക്ക് കണ്ണൂർ ടൗണിൽ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ലാൻഡ് അനുവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പേപ്പർ ഫയലുകളെല്ലാം തിരുവനന്തപുരത്തേക്ക് അയച്ചു തന്നു. തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിസഭാ യോഗം പാസ്സാക്കിയിട്ട് നമുക്ക് ലാൻഡ് അനുവദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷക്കാലം ഞാൻ തിരുവനന്തപുരത്തേക്ക് ഈ പേപ്പേഴ്സ് റെഡിയാക്കുന്നതിന് വേണ്ടി എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു വർഷക്കാലം കഴിഞ്ഞ് അപ്പോഴത്തേക്കും UDF സർക്കാരിൻ്റെ അവസാന സമയമായിരുന്നു. ഇലക്ഷൻ തുടങ്ങാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെയും വീണ്ടും സമരത്തിലേക്കല്ലാതെ വേറെ നിവൃത്തിയില്ലാണ്ടായി. അങ്ങനെയാണ് ഞാൻ പിന്നെ വീണ്ടും സമരം തുടങ്ങിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് അതും ഈ CPM വിഭാഗത്തിലുള്ള കാരണം അത് പറയാന്ന് വിചാരിച്ചാൽ ഈ CPMകാരുടെ ആ ഒരു ഇടപെടലുകൾ ഒരു വർഷക്കാലത്തോളം ഫയൽ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അത് സാധാരണ ഒരു ഇതുണ്ട്, സർക്കാർ കാര്യം മുറ പോലെ ചുവപ്പ് നാടയിലും മുറ പോലെ എന്ന് പറഞ്ഞ ആ ഒരു രീതിയായിരുന്നു എൻ്റെ കാര്യത്തിൽ കാണാനുണ്ടായത്. അത് അവിടുന്ന് ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത് പിന്നെയാണ് ആ ഫയലിന് പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടായതും അത് മുഖ്യമന്ത്രിൻ്റെ മുന്നിൽ എത്തുന്നതും ക്യാബിനറ്റിൽ വെച്ചിട്ട് ലാൻഡ് അനുവദിക്കുന്നതും. അതിന് 1.5 മാസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ദളിത് ആദിവാസി മേഖലയിലെ ചെങ്ങറ സമരം. അത് ചെങ്ങറ സമരം 2001 തുടങ്ങിയതായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ. അത് തന്നെ വിഘടിച്ച് പല വിഭാഗങ്ങളായി പോയി. ആ സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ LDF ഭരണത്തിലും ആ സമരത്തിന് യാതൊരുവിധ ഒത്തുതീർപ്പുമാകാതെ ആ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദളിതരുടെ അവസ്ഥ എന്ന് വിചാരിച്ചാൽ നമ്മളെ അവകാശങ്ങൾ നമ്മൾ പിടിച്ചു വാങ്ങണമെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങണമെങ്കിലോ നമുക്ക് കിട്ടില്ല. ഈ നമ്മൾ സമരമുറകളിലൂടെ അല്ലാതെ സമരത്തിലെ കൂടെ ആയാലും കിട്ടാൻ സവർണ അധികാരത്തിലുള്ള ഒരു ഇത് ദളിതരുടെ അവകാശമാണെങ്കിൽ പോലും അത് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ശരിക്കും പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ജനാധിപത്യം നിർത്തലാക്കുന്നതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ രാജഭരണമാണെങ്കിൽ എന്നാലും പോയിട്ട് മുഖം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാജാവ് കരഞ്ഞിട്ട് എന്തെങ്കിലും തരും. ഇത് അതുപോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. സാധാരണക്കാരനായ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ പോയി മുഖ്യമന്ത്രിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ആ അപേക്ഷ അവിടെ വാങ്ങി വെക്കല്ലാതെ അതിന്മേൽ യാതൊരു വിധ തീർപ്പുണ്ടാക്കുന്ന ഒരു പരിപാടിയും ഇല്ല. ഇത്തരം അനുഭവങ്ങളെല്ലാം
പിന്നെ சிபிஎம்லேருந்து இப்போ வந்து பிகேஎஸ் அப்படி இப்படி நிறைய ஆர்கனைசேஷன்ஸ் இருக்கு. உங்களோட அகேன்ஸ்ட் இப்படி ஸ்ட்ரைக் பண்ணாங்க இல்லைன்னா வயலன்ஸ் பண்ணாங்க வேற வேற ஆர்கனைசேஷன்ஸ் கூட இருக்கு. എസ്എഫ്ഐ പിന്നെ SFIന്റെ വിദ്യാർത്ഥി സംഘടന എനിക്കെതിരെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2005 വണ്ടി കത്തിച്ചതിനോടനുബന്ധിച്ച് പിന്നെ CITUക്ക് അനുഭാവം പ്രകടിപ്പിച്ച് SFIക്കാരെ എനിക്കെതിരെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. DYFIക്കാരെ സമരം നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ CPMനെ അല്ല ഈ ഡിവൈഎഫ്ഐക്കാര് വീട്ടിൽ വന്ന് വരെ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും കേസ് 3 കേസ് ക്രിമിനൽ കേസ് എടുക്കുക. അവർ നമുക്കെതിരെ നമ്മളെ വന്ന് ആക്രമിച്ചിട്ട് നമ്മളെ പേരിലാണ് 308 അടക്കം കേസ് വന്നത്. ക്രിമിനൽ കേസ് നമ്മുടെ പേരിലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. SC/ST അട്രോസിറ്റി പ്രകാരം അവരുടെ പേരിൽ അവർക്ക് അന്ന് തന്നെ ജാമ്യം കിട്ടി, പോലീസ് സ്റ്റേഷനിൽ തന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നു. പിന്നെ അതുപോലെ CITUകാരാണ് എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് ഓട്ടോറിക്ഷ അവിടെ ഓടിക്കാനുള്ള എൻ്റെ ഓട്ടോ കത്തിച്ച് നശിപ്പിക്കുകയും അതിന് CPM മേൽഘടകങ്ങൾ സപ്പോർട്ട് കൊടുക്കുകയും ശ്രീമതി ടീച്ചർ പോലുള്ള ശ്രീമതി ടീച്ചർ അന്നേരം MP ആയിരുന്നു. ഈ MP ആണ് അവിടെ പോയിട്ട് പറയുന്നത് ചിത്രലേഖൻ്റെ കേസ് പിൻവലിക്കണം. ഒരു DYSPനോടാണ് പറയുന്നത്. നേരത്തെ തളിപ്പറമ്പ് DYSP KG വേണുഗോപാലൻ ഈ DYSPനോടാണ് പറയുന്നത് ചിത്രലേഖൻ്റെ കേസ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ അവർ പോലീസ് എന്നോട് പറയുകയാണ് ശ്രീമതി ടീച്ചർ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ കേസ് പിൻവലിക്കണം, ഞാൻ അവർക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ജീവന ആപത്താണെന്ന്. SC/ST പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുക്കേണ്ട ആ ഒരു പരാതി അത് ആ കേസ് പോലും എടുക്കാതെ ആ കേസ് തള്ളിക്കളയുകയാണ് പിന്നെ ചെയ്തത്. ஸோ அதான் நான் லாஸ்ட் கேட்ட மாதிரி கண்ணூர்லேருந்து இப்போ வரைக்கும் என்ன ஆச்சு? പിന്നെ കണ്ണൂർ പയ്യന്നൂരാണ് എൻ്റെ സ്വന്തം വീട്. പയ്യന്നൂർ ഞാൻ ജനിച്ചു വളർന്ന വീടും എൻ്റെ തൊഴിലിടവും എല്ലാം വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥ. പലായനം ചെയ്യിച്ചു എന്നെ കൊണ്ട് CPM പാർട്ടി. എന്നിട്ടും CPM പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ പറയുന്നത് കെട്ടുകഥയാണ്. ഇത്തരം ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ എനിക്ക് നേരിട്ട് പറയുക, ഞാൻ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്തുകൂടി പിന്നെ ഒരു കുട്ടിമാക്കൂൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അവർക്ക് കുറച്ച് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് ഒരു കോൺഗ്രസ് പാർട്ടീൻ്റെ ഒരു മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ അവരെ പെൺകുട്ടികളെ DYFIക്കാർ തല്ലിയിട്ട് പെൺകുട്ടികളുടെ പേരിൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തും തല്ലിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ലായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ ഒരു പരമാവധി വഴിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു പട്ടികജാതിക്കാരൻ വഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ അവൻ്റെ പുരയിടത്തിലോട്ട് വീട്ടുമുറ്റത്തോട്ട് കയറി റോഡ് പണിയുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ സ്ഥലം തരൂല എന്ന് പറഞ്ഞ ആളെടുത്ത് ആവശ്യത്തിന് സ്ഥലം വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരെ മകളെ കല്യാണത്തിൻ്റെ സമയത്ത് ചെളിമണ്ണ് കൊണ്ടുപോയി ഇറക്കി അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ അവരുടെ വൃത്തികേടാക്കിയിട്ടു. ഇത്തരം ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ നിയമവ്യവസ്ഥയിൽ പോലും ഒരു വഴി നടക്കാൻ സമ്മതിക്കാത്തതോ അല്ലെങ്കിൽ കിണർന്ന് വെള്ളം കോരാൻ സമ്മതിക്കാത്തതോ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന രീതിയിലുള്ളതായ വകുപ്പുകളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പോലീസിൻ്റെ മുന്നിൽ നമ്മൾ പരാതി എത്തുമ്പോൾ അതൊന്നും കാണുന്നില്ല. ഇതെല്ലാം തന്നെ CPMന് തീരെഴുതി കൊടുത്തിരിക്കുക പോലീസ്. അവരെ ആളുകളെ സംരക്ഷിക്കാനും പട്ടികജാതിക്കാരൻ ആക്രമിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും ബലാത്സംഗം ചെയ്യപ്പെടാനും മരിക്കാനും എല്ലാം തയ്യാറായിരിക്കണം. അതുകൊണ്ട് തന്നെ CPM പാർട്ടി കേരളത്തിൽ ഇനി കൂടുതൽ ആർജവത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം ഇപ്പോൾ ഈ 100 ദിവസത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെ 67 കൊലപാതകങ്ങളെങ്ങാനും കണ്ണൂർ ജില്ലയിൽ നടന്നു കഴിഞ്ഞു. കേരളത്തിലും
നോക്കുമ്പോൾ മൊത്തം കുറച്ച് പിന്നെ ഒരു ടോട്ടലി എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും ഈ ഒരു 10-50 நிறைய കേസസ് ഇത് തന്നെ ഉണ്ട്. മറ്റേ ഉപദ്രവിച്ച കേസുകൾ വേറെ, കൊലപാതകം വേറെ, എല്ലാം കൂടി ടോട്ടലി വരുമ്പോൾ ഒരു 10-250 കേസുകളിന് മേലെ തന്നെ ഇപ്പോൾ ഈ 100 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇത്തരം ഇതെല്ലാം ഈ ആക്രമണങ്ങൾക്ക് തടയിടാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാവണം എന്നുള്ളതാണ്. ദളിത്, ആദിവാസി, മുസ്ലിം സമൂഹങ്ങൾ ന്യൂനപക്ഷം ഒരു ഐക്യപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ ചെറുക്കാനും നമ്മളെ ഒരു കാരണം നമ്മളെ അധികാരം നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളെ അവകാശത്തിനും നമുക്ക് വേണ്ട നീതിക്കും സർണൻ്റെ മുന്നിൽ അടിയറ വെക്കാതെ, നമ്മളെ അഭിമാനം അടിയറ വെക്കാതെ ജീവിച്ചു പോകാനുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.